ജയസൂര്യയുടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ്. അത് നമുക്ക് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഈ ആദ്യമായിട്ടാണല്ലോ ഒരു മലയാള സിനിമ 300 ദിവസത്തിന് ശേഷം തിയേറ്ററിൽ കാണുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് അതൊരു നല്ല ഒരു സ്ക്രീൻ ഇഫക്റ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത അതിനുണ്ട്. സ്ക്രീൻ ഇഫക്റ്റിൽ ഒരു സിനിമ കാണുമ്പം അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റ് ചെറിയ മീഡിയയിൽ കാണുന്നതിനേക്കാൾ വളരെയധികം ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. ഈ സിനിമ പലരും കണ്ടാലത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് യൂത്ത് കാണുന്നത് വളരെ നല്ലതായിരിക്കും. ജയസൂര്യയുടെ പെർഫോമൻസ് വളരെ വളരെ മികച്ചതാണ്. വളരെ മികച്ച പെർഫോമൻസാണ്. അതുപോലെ തന്നെ ജയസൂര്യയുടെ ഫാമിലിയിൽ അഭിനയിക്കുന്ന കുട്ടി എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് ഉണ്ട്. ജയേട്ടൻ്റെ കരിയർ ബെസ്റ്റാണ്. കണ്ണൊക്കെ നിറഞ്ഞിട്ടല്ലേ. വെരി വെൽ മെയ്ഡ് മൂവി. ഈ മുരളി എന്ന് പറഞ്ഞ ആളെ ശരിക്കും പരിചയമുള്ള ആളാണ് ഞാൻ. അപ്പം ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്കൊന്ന് സിനിമയ്ക്കൊരു ഗംഭീര ഓപ്പണിംഗ് ആണ്. ഗംഭീര പടം, ഒന്നും പറയാനില്ല. അതായത് പ്രജീഷ് ആൻഡ് ജയസൂര്യ എവ്രി വൺ വെരി 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 വെൽ മെയ്ഡ്. ജയസൂര്യയുടെ ഗുഡ് പെർഫോമൻസ്, സൂപ്പർ, എക്സലൻറ്റ്, സൂപ്പർ 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 മൂവി. ജയസൂര്യ വേറെ ലെവലാണ്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ, നല്ല പടം. നല്ലതായിരുന്നു. കുഴപ്പമില്ല, ഫാമിലിയായിട്ട് കാണാം. നല്ല പടമായിരുന്നു. നല്ല മൂവിയായിരുന്നു. ജയേട്ടൻ നല്ലൊരു പെർഫോമൻസ് കാണാം. നല്ല പടം, നല്ലൊരു ഫാമിലി മൂവി. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. സൂപ്പറായിരുന്നു. നല്ല പടം, നല്ല പടം. സമൂഹത്തിനൊരു നല്ലൊരു സന്ദേശവും കൂടിയാണ്. നന്നായിട്ടുണ്ട്. ഗംഭീരം, നന്നായിട്ടുണ്ട്. ഒന്നും പറയാം. സിനിമ ഒന്ന് കാണാം, സിനിമയെ പ്രോത്സാഹിപ്പിക്കാം. അടിപൊളി, ഉഷാർ. സൂപ്പറാണ്, സൂപ്പറാണ്, എക്സലൻറ്റ്, നല്ല പടം, ഗംഭീരം, ഒന്നും പറയാം. എല്ലാം അടിപൊളിയുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക. അടിപൊളി മേക്കിംഗ് ആണ്, അടിപൊളി മൂവി. അല്ല, മാസ്റ്റർ കണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് നമ്മുടെ മലയാളം പടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര നല്ല സിനിമയാണ്. കാരണം എല്ലാവരും ഫാമിലി ഓഡിയൻസായിട്ട് കണ്ടിരിക്കേണ്ട സിനിമയാണ്. എന്താ പറയുക, നല്ല ക്വീൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മിഥുൻ ഉണ്ട്. മിഥുൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മിഥുൻ ഇല്ല, അവൻ ഫാമിലിയായിട്ട് വയനാട്ടിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എറണാകുളത്തൊക്കെ കൂടി കാണാനായിട്ട് ഒരുമിച്ച് വന്നതാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. പിന്നെ ജയേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും നമ്മളെപ്പോലെ പുതിയ ആൾക്കാർക്കൊക്കെ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ അതിനും സന്തോഷം. ഞങ്ങളുടെ ഫ്രണ്ട് ഇതിൽ അഭിനയിക്കും, മിഥുൻ ക്യൂവിന് ശേഷം അഭിനയിക്കുന്നതാണ്. അപ്പോൾ നല്ലതായിട്ട് അവൻ്റെ ഒരു ആ ക്യാരക്ടറായിട്ട് ഫുൾ നിന്ന് അവനും പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. താങ്ക് യു. അതിൽ ഏറ്റവും കൂടുതൽ നല്ല അഭിനയം കാഴ്ചവെച്ചത് ജയസൂര്യയുടെ പെർഫോമൻസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു നല്ലൊരു പടം കാണുന്നത്. എനിക്കാ വിശേഷ ദിവസങ്ങളിൽ അത് ഫീൽ കിട്ടി. നല്ല മൂവിയായിരുന്നു. നല്ല മൂവി തന്നെ കാണാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. അടിപൊളി, സൂപ്പർ. സൂപ്പർ. പടത്തിനെ വേറെ റേഞ്ചാക്കി. സൂപ്പറായിരുന്നു. കാറിൽ എഞ്ചിനില്ലാണ്ടൊരു കാർ ഓടുക, കഥ കുറച്ച് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അഭിനയമൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ജയസൂര്യ അടിപൊളിയാണ്, കലക്കനായിട്ടുണ്ട്. ടോട്ടൽ സിനിമ വരുമ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. പക്ഷേ ജയസൂര്യാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അത്ര പടം കണ്ടിട്ട് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തത്. അതല്ലാതെ പടം ഈ സ്ക്രിപ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. വളരെ സന്തോഷം. സിനിമ കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ഒരു കയ്യടി കേട്ടിരുന്നു. ആ കയ്യടി ശബ്ദമാണ് ഏറ്റവും വലിയ ആവേശം. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടെ വർക്ക് ചെയ്യാനും ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം
ഒരു കഥാപാത്രത്തിൽ നിന്ന് ഒരു തരി പോലും മാറാതെ എല്ലാ സീനിലും എല്ലാ ഷോട്ടിലും ഓരോ മൊമെൻറ്റിലും കഥാപാത്രമായി ജീവിച്ചൊരു ആളാണ്. അത് മാത്രമല്ല ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറും അല്ല. കാരണം വെറുതെ ഒരു കുടിയനല്ല, ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കുടിയൻ്റെ കഥാപാത്രമാണ്. അപ്പോൾ അതും ഈ ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ആ ഒരു യഥാർത്ഥ വ്യക്തിയോടും ആ ഒരു വ്യക്തിത്വത്തോടും നീതി പുലർത്തുക എന്നുള്ളൊരു കടമ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒത്തു വന്നുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഞാനും ചിലപ്പോൾ എന്താ പറയുക അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട് ആ പെർഫോമൻസിൻ്റെ മുമ്പിൽ. അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. ആ പെർഫോമൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മദ്യപിച്ചിട്ടല്ല ഒരു മദ്യപാനിയുടെ കഥാപാത്രം ഒരു ആക്ടർ അഭിനയിക്കുന്നത്. അതല്ലാതെ തന്നെ എങ്ങനെ ഇത്രയും ക്യാരക്ടർ പിടിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ്. വളരെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സെക്ഷൻ ഓഫ് ഒരു എന്താ പറയുക ഒരു സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷനാണ് സുഗത. പക്ഷെ എന്നാലും ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇത്രയും ഒരു ഗംഭീര സിനിമയിൽ, അതുകൂടാതെ ഒരുപാട് സീനുകളിൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രാധാന്യമുള്ള ഒരുപാട് സീനുകളിലും ഞാൻ ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക ഇദ്ദേഹമാണ് എന്നെ സഹായിച്ചത്. ഒരു ഡയറക്ടറുടെ സിനിമയാണ്, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. അപ്പോൾ ഒരു ഡയറക്ടർ സഹായിച്ചത് കൊണ്ടും അദ്ദേഹം മോൾഡ് ചെയ്തത് കൊണ്ടാണ് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയത്. അതെ, അതിനെ നോക്കിക്കാണുകയല്ല, അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഇത്രയും നല്ല പെർഫോമൻസിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു, അത്രയും നമ്മൾ കൂടുതൽ പഠിക്കാനും എക്സ്പീരിയൻസ് നേടാനും സാധിക്കും എന്നുള്ളതാണ്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അതെ അതൊരു ഭാഗ്യം. അതുകൂടാതെ അത് ഭാഗ്യം മാത്രമല്ല, ഇവരെടുത്തൊരു റിസ്ക്കും കൂടെയാണ്. കാരണം ഒരു സിനിമ വന്നു, അന്യഭാഷാ സിനിമയാണ്, അത് വലിയ വിജയം തന്നെ കൈവരിച്ചു. അതിനുശേഷം ആദ്യമായി വരുന്ന ഒരു മലയാള ചിത്രമാണ്. ഇതൊരു വളരെ റിയൽ ആയിട്ടുള്ള ഒരു കൊച്ചു ചിത്രമാണ്. അപ്പോൾ അതിന് ഒരു സപ്പോർട്ട് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആ ഒരു ആശങ്ക ഏറെക്കുറെ മാറി, എല്ലാവരും തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷം. തീർച്ചയായിട്ടും ഒരുപാട് ഉണ്ട്. അല്ല ഇതേയല്ല ഈ കഥാപാത്രത്തിൽ തന്നെ നേരിട്ട് അറിയാലോ. ഇതൊരു ചോദ്യമാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഇല്ല, അത് സബ്ജക്റ്റ് ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല. ഇതിനകത്തൊരു എന്താ പറയുക ഒരു വൈറലായിട്ടുള്ള ഒരു നേച്ചർ മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്യുന്നു. അത് മാത്രമല്ല ഈ എങ്ങനെ കുടിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതായത് എന്തിനു വേണ്ടി കുടിക്കുന്നു, എങ്ങനെ കുടിക്കുന്നു എന്നുള്ള ഒരു സോഷ്യൽ കണ്ടക്റ്റിൽ നിന്ന് മാറി ഒരു ബോധമില്ലാതെ കുടിക്കുമ്പോഴാണ് അതൊരു തെറ്റായി മാറുന്നത്. എന്തോ അതെങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഈ പറഞ്ഞ പോലെ അവരവരുടെ കയ്യിൽ തന്നെയല്ലേ. ആ ഡിസിഷനെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതൊരു മദ്യപാനം അമിതമായി മദ്യപിക്കുമ്പോഴാണുള്ള ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇല്ല, അതിന് മുമ്പ് ഞങ്ങളൊരു ഷോ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് എന്ന് വെച്ചാൽ ഈ പടം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പടം കണ്ടിരുന്നു. അപ്പോൾ സംസാരിച്ചിരുന്നു. ഉണ്ട്. അത് തിയേറ്റർ റിലീസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ തിയേറ്ററെല്ലാം തുറന്നതുകൊണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. വുൾഫ് എന്ന് പറഞ്ഞ ചലച്ചിത്രം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കുമാണ് കൂടെ കോ ആക്ടേഴ്സായിട്ടുള്ളത്. അതുകൂടാതെ എരിഡ എന്ന് പറഞ്ഞൊരു ചലച്ചിത്രം ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറേ കാലത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ പടം തിയേറ്ററിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര നല്ല റെസ്പോൺസ് എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അല്ല, ഇത്തരമൊരു നമ്മുടെ ചുറ്റും ഇതുപോലത്തെ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മളിപ്പോൾ റോഡിൽ വെച്ച് കാണുന്ന ഒരാളെ മദ്യപാനിയെ നമ്മൾ റോഡിൽ വെച്ച് മാത്രം കണ്ടിട്ട് അയാളെ അവഗണിക്കുകയാണ്. അയാൾക്കൊരു വീടുണ്ടാവും, അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ഈ മദ്യപാനത്തിന് മുമ്പും ശേഷവും ഒരു ലൈഫുണ്ട്. അത് നമ്മൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഇത്തരമൊരു ക്യാരക്ടറെ നമ്മൾ അവതരിപ്പിച്ചത്. മദ്യപാനം സത്യമാക്കി ഇതിനു മുമ്പ് മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സ്പിരിറ്റ് പോലെ പല ചിത്രങ്ങൾ. അതിൽ നിന്നും വെള്ളത്തിന് എന്താണ് വ്യത്യസ്തമായി വെള്ളത്തിൽ മാറ്റി?
ഞാൻ വേറെ സിനിമകളെ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഈ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, നാട്ടുമ്പുറത്ത് നമ്മൾ കാണുന്ന, നമുക്ക് അറിയുന്ന, നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുമായിട്ട് സാമ്യമുള്ള ഒരാളാണ് ഇതിനകത്ത് മുരളി. ഒരുപാട് പേരുമായിട്ട് നമുക്ക് നോക്കിയാൽ ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെ നമുക്ക് ഭയങ്കരമായി നമ്മൾ അടുപ്പമുള്ള ഒരാളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനാണ് വ്യത്യാസം. അതെ അതെ കണ്ടു. അദ്ദേഹം കണ്ണൂരുകാരനാണ്, തളിപ്പറമ്പാണ്. അദ്ദേഹം അവിടെ കണ്ടു, ഫാമിലിയായിട്ട് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ നല്ല റെസ്പോൺസാണ് അറിയിച്ചിരിക്കുന്നത് അവരുടെ ഫാമിലി. അല്ല, കുടിയന്മാർ ഇതിനകത്ത് ഇത് മദ്യപാനത്തിനെതിരായിട്ടുള്ളൊരു സിനിമയല്ല ഒരിക്കലും. ലോകത്തുള്ള എല്ലാവരും മദ്യപാനം നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു മെസ്സേജേ അല്ല. മദ്യപാനം രോഗം, എല്ലാ ഹാബിറ്റുകളിലും രോഗമുണ്ട്. മദ്യപാനം രോഗമായി മാറുന്ന 1% ആൾക്കാരുണ്ട്. ഒരു 10-12% ആളുകൾ മദ്യപാനം രോഗമായിട്ട് മാറുന്നവരാണ്. അവരെ ട്രീറ്റ് ചെയ്യാൻ തന്നെ വേണം, അല്ലെങ്കിൽ അത് സമൂഹത്തിന് ഭയങ്കര, അവർക്കും സമൂഹത്തിനൊക്കെ ദോഷമാണ്. അത്തരത്തിൽ അവരെ ട്രീറ്റ് ചെയ്യണം, ട്രീറ്റ് ചെയ്ത് നന്നാക്കുക, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഇദ്ദേഹമാണ് ഈ സിനിമ സംവിധാനം ചെയ്തതും ഈ ഒരു സബ്ജക്റ്റ് കൺസീവ് ചെയ്തതും. എന്തുകൊണ്ടോ ഇദ്ദേഹം കുടിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഈ സിനിമയിൽ അഭിനയിച്ച വർക്ക് ചെയ്ത എല്ലാവരോടും ചോദിക്കേണ്ട. വെള്ളം ആദ്യ ചിത്രമായി തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിന് പിന്നിലെ കാരണം എന്താ? ധൈര്യത്തിന് പിന്നിലെ കാരണം ഇതിൻ്റെ നിർമ്മാതാക്കളാണ്. കാരണം നമ്മൾ ഇത് തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹിക്കുക മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഇതിന് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത് പണം മുടക്കിയവരാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഇത് രഞ്ജിത്ത് ഇതിനകത്തെ പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ്. അവരാണ് തീരുമാനിച്ചത് ആദ്യത്തെ പടമായി ഇത് ഇറക്കണം എന്നുള്ളത്. അത് അവരുടെ ധൈര്യമാണ്. ആ ധൈര്യത്തിനാണ് നമ്മൾ ശരിക്കും കൈയ്യടി കൊടുക്കേണ്ടത്. കാരണം ഇത്തരം ഒരു ക്യാരക്ടർ വന്നപ്പോൾ തന്നെ ഞാൻ കഥാപാത്രത്തെക്കുറിച്ച് പുള്ളിയോട് പറഞ്ഞു. അദ്ദേഹം ജയസൂര്യയെ പോലൊരു നടൻ റേഞ്ച് എനിക്ക് ക്യാപ്റ്റൻ എന്നുള്ള സിനിമയിലൂടെ മനസ്സിലായതാണ്. അപ്പം ഈ ക്യാരക്ടറിന് എന്തുകൊണ്ടും യോജിക്കുന്ന, എന്തുകൊണ്ടും ഫിറ്റാണ് എന്ന് തോന്നിയ ഒരാളാണ് ജയസൂര്യ. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്തു. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരുപാട് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണണം. നിങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക, സാമൂഹികാരം പാലിക്കുക, നിങ്ങളുടെ സേഫ്റ്റി നോക്കണം. എന്നിട്ട് മാത്രമേ എല്ലാ വിനോദങ്ങളും പാടുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.